സദൃശ്യവാക്യങ്ങൾ 13:12. ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. വേഗത്തിൽ കാര്യങ്ങൾ നടക്കണമെന്ന് ഏവരും ആഗ്രഹിക്കുന്നു. മനുഷ്യൻ വർഷങ്ങൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ മണിക്കൂറുകൾ കൊണ്ട് ചെയ്യുന്ന യന്ത്രങ്ങളെ വികസിപ്പിച്ചത് ഈ ആഗ്രഹത്തിൽ നിന്നാണ്. വർഷങ്ങൾ കൊണ്ട് സഞ്ചരിച്ചെത്തിയിരുന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മണിക്കൂറുകളോ ദിവസങ്ങളോ കൊണ്ടെത്തുന്ന വിധത്തിൽ യാത്രാരംഗത്ത് മനുഷ്യർ വളർന്നു. കൃഷി, കന്നുകാലി വളർത്തൽ തുടങ്ങിയ മേഖലകളിൽ ഉൾപ്പെടെ ഈ വേഗത കൈവരിച്ചത് കാണാം. എന്നിരുന്നാലും മനുഷ്യർ ഇതിനേക്കാൾ വേഗത എല്ലാ മേഖലയിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ വേഗതയുടെ കാലത്ത് ജീവിക്കുന്നവരിൽ മുൻപത്തേക്കാൾ ഉപരി കാലതാമസം ഉണ്ടാകുമ്പോൾ നിരാശയും സങ്കടവും ദേഷ്യവുമൊക്കെ വർദ്ധിച്ചു വരുന്നു. ചിലത് അവരുടെ ഹൃദയത്തെ ക്ഷീണിപ്പിക്കുകയും മനസ്സിനെ മടുപ്പിക്കുകയും ചെയ്യുന്നു. നാം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ നടക്കണമെന്നില്ല. ചില കാര്യങ്ങൾ ഒരിക്കലും നടന്നെന്നും വരില്ല. ജീവിതത്തിൻ്റെ ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ നിരാശയാകും ഫലം. അത് മുന്നോട്ട് ജീവിക്കുന്നതിനുള്ള ആഗ്രഹത്തെ നശിപ്പിക്കും. ചില കാര്യങ്ങൾ പല പ്രാവശ്യം ശ്രമിക്കുമ്പോൾ വിജയിക്കും, ചിലത് വീണ്ടും പരാജയത്തിൽ അവസാനിക്കും. വിജയിക്കാൻ കഴിയുന്ന പല കാര്യങ്ങളും ഈ പരാജയം മൂലം ചെയ്യാൻ കഴിയാതെയും വരും. ഇവിടെ ദൈവഹിതം എന്തെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ വിലയേറിയ സമയം പാഴായിക്കൊണ്ടിരിക്കും. എങ്ങനെ ദൈവഹിതം അറിയാൻ കഴിയുമെന്നതിന് നാം ബൈബിളിൻ്റെ പാഠങ്ങൾ ഗ്രഹിക്കുകയും പ്രായോഗികമാക്കുകയും വേണം. ഒന്നിലധികം വിധങ്ങൾ ദൈവഹിതം അറിയാനായുണ്ടെന്നും മനസ്സിലാക്കണം. അതിൽ ഒരു കാര്യം മാത്രം പ്രതീക്ഷിച്ചിരിക്കാതെ ദൈവം ഏത് വിധത്തിലാണ് സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ ദൈവം മാനിക്കുന്നു. പലപ്പോഴും നല്ല ആഗ്രഹങ്ങൾ നമ്മിൽ ഉണ്ടാക്കുന്നതും ദൈവത്തിൻ്റെ പദ്ധതിയാകാം. അങ്ങനെ വരുമ്പോൾ അത് ദൈവഹിതമായിരിക്കും. അവ അതിൻ്റെ സമയത്ത് നിവൃത്തിയാകും. വെല്ലുവിളികൾ ഉണ്ടാവുകയില്ലെന്നല്ല, അതിനെ ജയിക്കാൻ അവിടുന്ന് സഹായിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.